ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പോത്തങ്കോടിനടുത്ത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്തായിട്ട് 5 സെൻറ്റിനകത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയതും ഒരു ബാൽക്കണിയും കൂടാതെ ഒരു ഗസീബോ സ്പേസും വരുന്ന ഒരു അടിപൊളി ഇരുന്നിൽ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു. ഏകദേശം 75 ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. ഇവിടെ ഒരുപാട് വീടുള്ളൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെ നിന്നുള്ള ഫസ്റ്റ് വീടാണ്. ഇതൊരു ഗേറ്റിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടോ, ഒരു മതിലൊക്കെ ഫുള്ള് ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നാച്ചുറൽ സ്റ്റോണാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റിലെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ ഒരു വിക്കറ്റ് ഗേറ്റും അതുകൂടാതെ ഇങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ഗേറ്റോ കൊടുത്തിരിക്കുന്നത്. 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതൊരു കവേർഡ് ആയിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. അതുകൂടാതെ ഒരു ഓപ്പൺ സ്പേസും ഉണ്ട്. അപ്പോൾ 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ ആയിട്ട് നാച്ചുറൽ സ്റ്റോണാണ് വിരിച്ചിരിക്കുന്നത്. അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ ഈ ഒരു വലത് ഭാഗത്തായിട്ട് ഒരു കിണറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീടിൻ്റെ ഫ്രണ്ട് സിറ്റൗട്ടിലെ കാഴ്ചയിലേക്ക് വരാം. ഒരു ഫോയറിലായിട്ടാണ് സിറ്റൗട്ട് വരുന്നത്. ഇവിടെ ആയിട്ട് ലെപ്പോത്ര ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. കജാരി എന്ന ബ്രാൻഡാണ്. അതുകൂടാതെ തന്നെ ഈ ജനലൊക്കെ നോക്കുവാണെങ്കിൽ ഫുള്ള് പ്ലാവാണ്. ഈ ഫ്രണ്ട് ഡോർ നോക്കുവാണെങ്കിൽ ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരുമ്പോഴും കജാരി ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസാണ്. വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ എപ്പോക്സിയും കൊടുത്തിട്ടുണ്ട്. മുകളിലെല്ലാം നല്ല സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സർഫസ് ലൈറ്റുകളും കാണാം. ഇവിടെ ടി വി കൊണ്ട് നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള ടി വി കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിലും ഇവിടെ അതേ ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന വ്യത്യാസമൊന്നുമില്ല. മുകളിലായിട്ടും ആ ഒരു സർഫസ് ലൈറ്റും കൂടാതെ പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ നോക്കുവാണെങ്കിൽ ജാഗോർ എന്ന ബ്രാൻഡാണ്. ടാപ്പും ജാഗോർ തന്നെയാണ്. മിറർ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം പാനൽ കൊടുത്തിരിക്കുകയാണ്. WBC പാനലാണ്. അതുകൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ സെർവിങ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് ടൈൽ നോക്കുവാണെങ്കിൽ ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ അടുക്കളയിൽ ഇവിടെ എല്ലാം നല്ലൊരു മാറ്റ് ഫിനിഷുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ബ്രാൻഡഡ് തന്നെയാണ്. മുകളിൽ വാമായിട്ടുള്ള സീലിംഗ് ചെയ്യുന്നത് പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിയോ പാറ്റയോ ഒന്നും കയറത്തില്ല. അതെന്ന് വെച്ചാൽ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഒരു കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ഫുൾ ബോഡി ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് കബോർഡെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലേയിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. സോഫ്റ്റ് ക്ലോസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഫുള്ള് സോഫ്റ്റ് ക്ലോസാണ് ചെയ്തിരിക്കുന്നത്. അത് മറൈൻ പ്ലേയിൽ ലാമിനേഷനാണ്. ഇവിടെ ആയിട്ട് ഹുഡ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് കാണാം. അതുകൂടാതെ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജിൻ്റെ സ്പേസ്. ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയ ചെറിയൊരു വർക്ക് ഏരിയ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് കിണറിൻ്റെ സ്ഥാനവും വരുന്നത്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഒരു ഫിഷൊക്കെ അല്ലെങ്കിൽ സ്മെല്ലി ആയിട്ട് ഐറ്റോ കട്ട് ചെയ്യാനോ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ വേണമെങ്കിൽ ഷീറ്റ് ചെയ്ത് ഒരു വർക്ക് ഏരിയ പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും സ്പേസ് ഉണ്ട്. അല്ല ഈ ഒരു ഏരിയ കവർ ചെയ്തെടുത്തുകൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ റൂമിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു സ്പേസ് കാണാം. അവിടെ ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബുക്ക് ഷെൽഫോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇതിൽ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു DB കാണാം. DB നോക്കുവാണെങ്കിൽ എല്ലാം യൂസ് ചെയ്യുന്നത് V-Guard എന്ന ബ്രാൻഡാണ്. അതുപോലെ സ്വിച്ച് ബോർഡെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ലെഗ്രിൻ എന്ന ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് നേരെ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ റൂമിൻ്റെ വീതി നോക്കുവാണെങ്കിൽ 12 അടിയോളം വീതിയും അതുകൂടാതെ ഒരു 11 അടിയോളം നീളമുള്ള റൂമാണ്. മുകളിലെല്ലാം സർഫസ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഫുള്ള് മറൈൻ പ്ലേയിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഹാൻഡിൽസൊക്കെ ഒരു ഗോൾഡൻ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫുള്ള് ഫിറ്റിങ്സ് എല്ലാം ജാഗോർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷവർ എല്ലാം ജാഗോർ തന്നെയാണ്. മുകളിലായിട്ട് സർഫസ് ലൈറ്റ് വലിയ സർഫസ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഭിത്തിയിലായിട്ടുള്ള ഒരു കൺസീൽഡ് ആയിട്ടുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ആർട്ടൻബർഗിൻ്റെ എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റൂം. ഈ രണ്ടാമത്തെ റൂമിൻ്റെ ഒരു സൈസ് നോക്കുവാണെങ്കിലും ഒരു 10 സൈസാണ് വരുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കജാരിയുടെ ടൈൽസ് തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ മറൈൻ പ്ലേയിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട റൂമിൽ അതുപോലെ തന്നെയാണ്. സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂമിലേക്ക് വരുമ്പോഴും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ജാഗോർ തന്നെയാണ്. ജാഗോറിൻ്റെ മെറ്റീരിയൽസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഡൈവർട്ടും ഉള്ള ഷവർ യൂണിറ്റാണ് വരുന്നത്. ഇനി നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ട്രെഡ് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. റൈസർ ടൈലാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് സ്വിച്ച് ബോർഡ് കാണാം.
ഇതുപോലെ ഇവിടുത്തെ ഒരു ഹാൻഡ് റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫുള്ള് സ്റ്റൈൻലെസ് സ്റ്റീലാണ്, 304 ആണ്. അതുകൂടാതെ ഗ്ലാസ് ടഫൻ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. മുകളിലേക്ക് ഈ സൈഡിലായിട്ട് ഫുള്ളായിട്ട് ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. മുകൾ ഭാഗം വരെ ആ ഒരു പ്രൊഫൈൽ ചാനൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് 4 പർഗോൾ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 3 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീണ്ടും അപ്പർ ലോഞ്ചിലേക്ക് വരാം. വലിയൊരു അപ്പർ ലോഞ്ചാണ്. ഇവിടെ ഒരു TV കൊണ്ട് വയ്ക്കാൻ വേണ്ടി സ്പേസ് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെറ്റൊക്കെ ചെയ്ത് ചെറിയ ഹോം തിയേറ്റർ പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ അവിടെ ആയിട്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിലെല്ലാം സർഫസ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി, അതുകൂടാതെ ഒരു ഗസീബോ സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് റൂമിലെ കാഴ്ച കണ്ടിട്ട് അങ്ങോട്ട് പോവാം. ഈ റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുകയാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെയാണ്, വലിയ റൂം തന്നെയാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വാഷ്റൂം ഫിറ്റിങ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് ജാഗോർ തന്നെയാണ്. അതിൽ ടെക്സ്ചറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 4ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ 4ാമത്തെ റൂമിലേക്ക് വരാം. ഈ ഒരു 4ാമത്തെ റൂം നോക്കുകയാണെങ്കിൽ താഴെ കണ്ട 2ാമത്തെ റൂമിന് അതേ സൈസ് തന്നെയാണ്, വ്യത്യാസം വരുത്തിയിട്ടില്ല. അതേ സ്ട്രക്ചർ 2 റൂമുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂമിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ ഒരു എന്താണ് ഇതിൽ വാർഡ്രോബ് കൊടുത്തിട്ടില്ല, താഴെ വാർഡ്രോബ് ഉണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. വാഷ്റൂമും താഴെ കണ്ടതുപോലെ തന്നെയാണ്, ജാഗുവാറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ്. വോൾമണ്ടോ ക്ലോസറ്റ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി ഏരിയ. ബാൽക്കണി ഏരിയ നോക്കുകയാണെങ്കിൽ ടഫൻ ഗ്ലാസ് കൊടുത്ത് ആ ഒരു സ്റ്റൈൻലെസ് സ്റ്റീലിലാണ് ആ ഒരു ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു ഗസീബോ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗസീബോ സ്പേസിന് മുകളിലായിട്ട് ഇവിടെ ഇപ്പോൾ ഗ്ലാസും ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ടഫൻ ഗ്ലാസ് എടുക്കാം, അല്ലെങ്കിൽ പോളി കാർബൺ ഷീറ്റ് ഇടാം, അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഹാൻഡ് റെയിൽസ് നോക്കുകയാണെങ്കിൽ G8 ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് നമുക്ക് ആ ഒരു പർഗോളുടെ അവിടെ ഒരു വെന്റിലേഷൻ്റെ അവിടെ ഒരു ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് വേണ്ട, കുറച്ച് വെന്റിലേഷൻ വേണമെങ്കിൽ മെഷ് ചെയ്തെങ്കിൽ അങ്ങനെ ഒരു മെഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ നമ്മൾ ഓപ്പൺ ടെറസ് ലൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഫുള്ള് വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ അല്ലെങ്കിൽ താഴെയും വയ്ക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ റൂഫ് ടോപ്പ് ഏരിയ. ഫുള്ള് വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇങ്ങോട്ടേ നോക്കുക നല്ല ഹൈറ്റ് ഉണ്ട്. ഈ ഒരു ഭിത്തിയുടെ ഹൈറ്റ് ഫുള്ള് നോക്കുന്ന നല്ല ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ആ ഒരു പാരപ്പെട്ടിൽ നമുക്ക് ചെടിയൊക്കെ വയ്ക്കാൻ വേണ്ടി പ്രത്യേകം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ആശ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൂക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗുഡ്വിൽ എന്ന ബ്രാൻഡാണ്. ആ ഒരു വാട്ടർ ടാങ്ക് നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. കിണറിൻ്റെ കണക്ഷനുണ്ട്, കിണറുമുണ്ട്. അതുകൂടാതെ തന്നെ വാട്ടർ കണക്ഷനുണ്ട്. ഇത് ഫുള്ളായിട്ടൊരു ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിരിക്കുന്ന വീടാണ്. ഇതിൻ്റെ ഒരു ഫൗണ്ടേഷനെല്ലാം വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ അതിന് ടൈലിലേക്ക് വരുവാണെങ്കിൽ ഫുള്ള് കജാരിയാണ്. ഇനി ഇവിടുത്തെ വുഡിൻ്റെ നോക്കുവാണെങ്കിൽ അതായത് കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലേയിൽ ലാമിനേഷൻ ചെയ്തിരിക്കുന്നതാണ്. ലെഗ്രൻ്റാണ് സ്വിച്ച് ബോർഡ്. വയറിംഗ് എല്ലാം യൂസ് ചെയ്യുന്ന ഹാവൽസ് എന്ന ബ്രാൻഡാണ്. പെയിൻറ്റ് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. JK ഡബിൾ കോട്ട് പുട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടലി ബ്രാൻഡഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ TMD ബാസ് നോക്കുകയാണെങ്കിൽ പുൽക്കുന്ന ബ്രാൻഡാണ്. അത് 12mm 16mm യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ ടോട്ടലി നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. പിന്നെ മെയിൻ ബസ് റൂട്ട് വളരെ അടുത്താണ്. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഉള്ളത് 79 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 75 ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്നൊരു വീടാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം. താങ്ക് യു.